നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ പിടികൂടി ചികിത്സ നൽകാനുള്ള ദൗത്യം വിജയം. സംസ്ഥാന സർക്കാരിന്റെ ഭൂനികുതി കൊള്ളയാണെന്നാരോപിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കൊടകര വല്ലപ്പാടിയിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികൾ റിമാൻഡിൽ. കൊടകര കനകമല കലയടം ശ്രീ മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് ഫെബ്രുവരി 20 വ്യാഴാഴ്ച കൊടിയേറുമെന്നും ഫെബ്രുവരി 26 ശിവരാത്രി മഹോത്സവം ആഘോഷിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ പിടികൂടി ചികിത്സ നൽകാനുള്ള ദൗത്യം വിജയം. മയക്കുവെടിവെച്ച് പിടികൂടിയ ആനയെ കോടനാട്ടെ അഭയാരണ്യ കേന്ദ്രത്തിൽ എത്തിച്ച ശേഷം ചികിത്സ ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെ 6 മണിയോടെയാണ് മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ദൗത്യം തുടങ്ങിയത്. 6:40 ആന വെറ്റിലപ്പാറ ചിക്ലായിൽ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ചാലക്കുടിപ്പുഴ നീന്തി ആനയ്ക്കൊപ്പമുണ്ടായിരുന്ന ഏഴാറ്റുമുഖം ഗണപതി എന്ന് വിളിക്കുന്ന കാട്ടാനയും കാലടി പ്ലാന്റേഷനിലെത്തി. പിന്നാലെ ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള വനം വകുപ്പ് സംഘം ആനയ്ക്ക് അരികിലേക്ക്. ഏകദേശം 7:15 വെറ്റിലപ്പാറയിലെ 17-ാം ബ്ലോക്കിൽ വെച്ച് ദൗത്യസംഘം ആനയെ മയക്കുവെടിവെച്ചു. മയക്കുവെടിയേറ്റ ആനയെ ഒപ്പമുണ്ടായിരുന്ന കാട്ടാന ഏഴാറ്റുമുഖം ഗണപതി ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും താഴെ വീണു പോവുകയായിരുന്നു. പിന്നാലെ ഗണപതിയെ ദൗത്യസംഘം റബ്ബർ ബുള്ളറ്റ് കൊണ്ട് വെടിവെച്ച് തുരത്തി. ഉടൻ അരുൺ സഖറിയും സംഘവും മയങ്ങി വീണ ആനയ്ക്ക് അരികിലെത്തി. മുറിവിലെ പഴുപ്പും പുഴുക്കളെയും ചളിയും മണ്ണുമെല്ലാം നീക്കം ചെയ്തു. മരുന്ന് വെച്ചു. ഡ്രിപ്പിട്ടു. ആനയുടെ ശരീര ഊഷ്മാവ് കുറച്ചു നിർത്താൻ വെള്ളം നനച്ചു കൊടുത്തു. സമയം 8:45. മയങ്ങി വീണ ആന സ്വമേധയാ എഴുന്നേറ്റു. ഏകദേശം 1 അടിയോളം മുറിവിന് ആഴമുണ്ടെന്ന് പറയപ്പെടുന്നു. ഇരുവശത്തും പുറകിലുമായി നിന്ന കുങ്കി ആനകളായ കോന്നി സുരേന്ദ്രനും കുഞ്ചുവും വിക്രമും ചേർന്ന് അനിമൽ ആംബുലൻസ് ലോറിയിലേക്ക് പരിക്കേറ്റ ആനയെ തള്ളിക്കയറ്റുകയായിരുന്നു. 9:30 ആനയെയും വഹിച്ചുകൊണ്ടുള്ള ലോറി കോടനാട്ടേക്ക്. 10:30 ആനയെ കോടനാട് എത്തിച്ചു. കൂടെ അരുൺ സഖറിയും സംഘവും. ഇതോടെ അതിരപ്പിള്ളി ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം പൂർണ്ണ വിജയമായിരുന്നു. 2ാം ഘട്ടമായിട്ടാണ് ആനയെ സുരക്ഷിതമായി പണികഴിപ്പിച്ച ആനക്കൂട്ടിലേക്ക് കയറ്റുക എന്ന ലക്ഷ്യവും നിർവഹിച്ചത്. ഉച്ചയ്ക്ക് 12:30 വിജയം കണ്ടു. ഇനി കാത്തിരിപ്പാണ്. 1.5 മാസത്തോളം തുടർ ചികിത്സ വേണ്ടിവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മസ്തകത്തിലെ മുറിവ് പൂർണ്ണമായി ഉണങ്ങി ആന ആരോഗ്യവാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും. ജനുവരി 15 മുറിവേറ്റ ആനയെ അതിരപ്പിള്ളി മേഖലയിൽ കാണുന്നത്. ഇതിനെ തുടർന്ന് 24-ാം തീയതി പിടികൂടി ചികിത്സ നൽകിയിരുന്നു. എന്നാൽ ഈ മുറിവ് പഴുക്കുകയും മുറിവിൽ പുഴുവരിച്ച ആന അവശനിലയിൽ ആയതോടെയാണ് ആനയെ പിടികൂടി വീണ്ടും കൂടുതൽ ചികിത്സ നൽകുവാൻ നടപടി സ്വീകരിച്ചത്. ചികിത്സയ്ക്കുള്ള കൂട് തയ്യാറാക്കുവാൻ കുറച്ച് സമയമെടുത്തതാണ് ചികിത്സ കുറച്ച് വൈകാൻ കാരണമായത്. വാഴച്ചാൽ DFO R ലക്ഷ്മി അടക്കമുള്ള ഉന്നത വകുപ്പ് മേധാവികളുടെയും മറ്റും സാന്നിധ്യത്തിലായിരുന്നു ചികിത്സ നടപടികൾക്ക് തുടക്കമായത്. സംസ്ഥാന സർക്കാരിന്റെ ഭൂനികുതി കൊള്ളയാണെന്നാരോപിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കൊടകര വില്ലേജ് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ DCC ജനറൽ സെക്രട്ടറി ഡൽജിത്ത് ഞെർലേലി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കൊടകര മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ സെക്രട്ടറി MK ഷൈൻ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സദാശിവൻ കുറുവത്ത്, നേതാക്കളായ കോടന നാരായണൻകുട്ടി, അരുൺകുമാർ PK, രഞ്ജിത്ത് VR,
ജോയ് ചെമ്പകശ്ശേരി, ജോസ് കോച്ചക്കാടൻ, ജോമോൻ ജോസ്, പഞ്ചായത്ത് അംഗങ്ങളായ പ്രനില ഗിരീശൻ, ഷീബ ജോഷി, ബിജി ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. കൊടകര വല്ലപ്പാടിയിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികൾ റിമാൻഡിൽ. ഇക്കഴിഞ്ഞ ദിവസം രാവിലെ 10:30 കൊടകര വല്ലപ്പാടി ഡിവൈൻ പ്ലാസ്റ്റിക് കമ്പനിക്ക് സമീപം വച്ചായിരുന്നു സംഭവം. കൊടകര പഞ്ചായത്തിന്റെ കെട്ടിട നികുതി അടച്ചതിനു ശേഷം വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന കൊടകര വല്ലപ്പാടി സ്വദേശിനിയായ സ്ത്രീയുടെ കഴുത്തിൽ കിടന്നിരുന്ന 3 പൗണ്ട് തൂക്കം വരുന്ന സ്വർണ്ണമാല പൊട്ടിച്ചെടുത്തു കൊണ്ടുപോകാൻ ശ്രമിച്ച കാഞ്ഞിരപ്പള്ളി പൊയ്യക്കാരൻ വീട്ടിൽ 24 വയസ്സുള്ള അനിൽ, പെരിങ്ങൽകുത്ത് സ്വദേശി 18 വയസ്സുള്ള അമൽ കൃഷ്ണ എന്നിവരെ പോലീസ് പിടികൂടി. ധൂർത്തിനും ലഹരിമരുന്ന് ഉപയോഗിക്കുന്നതിനുമുള്ള പണം കണ്ടെത്തുന്നതിനായി ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് തിരുത്തി ആൾ സഞ്ചാരം കുറവായ ചെറിയ വഴികളിലൂടെ സഞ്ചരിച്ച് ഇരകളെ കണ്ടെത്തി മാല പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് വല്ലപ്പാടി സ്വദേശിനിയുടെ ധീരമായ ചെറുത്തുനിൽപ്പിൽ വിഫലമായത്. മാലയിൽ മുറുകെ പിടിച്ചതിനൊപ്പം ഒച്ചവെച്ചതിനാൽ പുറകിലൂടെ ബൈക്കിൽ വരുന്നുണ്ടായിരുന്ന ശരത് എന്ന ചെറുപ്പക്കാരൻ ഇവരെ ഫോളോ ചെയ്തെങ്കിലും വേഗത്തിൽ രക്ഷപ്പെട്ട മോഷ്ടാക്കളുടെ വിവരങ്ങൾ കൊടകര പോലീസിന് കൈമാറി. കൊടകര SHO ദാസ് PK, ചാലക്കുടി SHO സജീവ് MK, സബ് ഇൻസ്പെക്ടർ അരിസ്റ്റോട്ടിൽ, ASIമാരായ ദിലീപ്, ബൈജു, ബിനു പൗലോസ്, ആഷ്ലിൻ, പോലീസ് ഓഫീസർമാരായ സുരേഷ് കുമാർ, അരുൺ കുമാർ, മാർട്ടിൻ പോൾ, സജിത്ത്, സഹദേവൻ, അനീഷ്, സഹദ്, ശ്രീജിത്ത്, ജിലു എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കൊടകര കനകമല കലയടം ശ്രീ മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് ഫെബ്രുവരി 20 വ്യാഴാഴ്ച കൊടിയേറുമെന്നും ഫെബ്രുവരി 26 ശിവരാത്രി മഹോത്സവം ആഘോഷിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഹോത്സവത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 23 ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് മേച്ചിറ, മിനി നഗർ, കനകമല എന്നീ ദേശങ്ങളിൽ നിന്ന് തണ്ടിക വരവ് ഉണ്ടായിരിക്കും. ചൊവ്വാഴ്ച രാവിലെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ, ശ്രീരുദ്രം ധാര, വൈകിട്ട് 7 ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധന, പ്രസാദശുദ്ധി, തിരുവാതിരക്കളി, തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. ശിവരാത്രി ദിവസമായ ഫെബ്രുവരി 26 ബുധനാഴ്ച രാവിലെ 5 നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ, രുദ്രാഭിഷേകം, പഞ്ചവിംശതി കലശാഭിഷേകം, ശിവപുരാണ പാരായണം, ഉച്ചപൂജ എന്നിവ ഉണ്ടായിരിക്കും. തുടർന്ന് രാവിലെ 9 മണിക്ക് നടക്കുന്ന ശീവേലിയിൽ പാറമേക്കാവ് അയ്യപ്പൻ തിടമ്പേറ്റു. കൊടകര ഉണ്ണി മേളത്തിന് നേതൃത്വം നൽകും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കാഴ്ച ശിവേലി, ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, സഹസ്രനാമാർച്ചന, ചന്ദനം ചാർത്ത്, അത്താഴപൂജ, താലിവരവ് എന്നിവയും ഉണ്ടായിരിക്കും. വെളുപ്പിന് 12 മണി മുതൽ പിതൃബലി തർപ്പണത്തിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികളായ മോഹനൻ കുണ്ടോളി, നാരായണൻ തയ്യിൽ, ജയൻ പണ്ടാരപ്പറമ്പിൽ എന്നിവർ അറിയിച്ചു. ശ്രീ മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഇക്കൊല്ലവും ക്ഷേത്രം തന്ത്രി ഡോക്ടർ TS വിജയൻ കാരമാത്ര അവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അതിഗംഭീരമായി തന്നെ ആഘോഷിക്കുകയാണ്. കുംഭം 8 ഫെബ്രുവരി 20 വ്യാഴാഴ്ച 9:30 കൊടിയേറ്റം. തുടർന്നുള്ള ദിവസങ്ങളിൽ വിശേഷാൽ പൂജകൾ. തുടർന്ന് ഫെബ്രുവരി 23 ഞായറാഴ്ച കുംഭം 11 മേച്ചിറ, കനകമല, മിനിനഗർ ദേശങ്ങളിൽ നിന്നുള്ള തണ്ടിക വരവ് ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 9 മണിക്ക് ശിവേലി, പാറമേക്കാവ് അയ്യപ്പൻ ഭഗവാന്റെ തിടമ്പേറ്റുന്നു. മേളം സർവശ്രീ കൊടകര ഉണ്ണിയുടെ നേതൃത്വത്തിലായിരിക്കും. ഉച്ചയ്ക്ക് പ്രസാദോട്ട്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. IQACയുടെയും മലയാളം വെൽഡ് വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ സർവമംഗള അസോസിയേഷന്റെ സഹകരണത്തോടെ ഫെബ്രുവരി 19, 20, 21 ദിവസങ്ങളിലായാണ് പരിപാടി നടക്കുന്നത്. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഡീൻ ഓഫ് ആർട്സ് പ്രൊഫസർ ഡോക്ടർ അനിൽ രാജ്, മലയാള വിഭാഗം അധ്യക്ഷ ഡോക്ടർ സ്വപ്ന C കോമ്പാത്ത്, വെൽഡ് വിഭാഗം അധ്യക്ഷ ആരാധിക TV, സർവമംഗള അസോസിയേഷൻ പ്രതിനിധികളായ
ശ്രീജ നടുവം, ആശിഷ് പുറക്കാട്ട്, ജിനേഷ് ആർത്ര എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചിലതൊക്കെ ഞാനും പറയണമെന്ന് ആഗ്രഹിച്ച് വന്നൊക്കെ പറയും. പക്ഷേ ഇതൊക്കെ മുമ്പേ പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ആവർത്തനമാകാതിരിക്കാൻ വേണ്ടി അത് വീണ്ടും പറയുന്നില്ല. അവരോരോരുത്തരും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക, നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ. അപ്പം അതുകൊണ്ട് നമ്മുടെ ഉപയോഗിക്കുന്ന വാക്കുകളിലൂടെ വീണ്ടും മഴത്തുള്ളി പോലെ എന്ന് പറഞ്ഞാൽ അതിനധികം പ്രാധാന്യമില്ല. തുള്ളിക്ക് എന്ത് പ്രാധാന്യമുണ്ട്? പക്ഷെ ഈ തുള്ളികളെല്ലാം ചേർന്നാണ് മഴ വെള്ളമായി തീർന്നത്, മഴ വെള്ളമാണ് പ്രളയമായി തീർന്നത് എന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ഭാഷയും. നമ്മളിലൂടെ, നമ്മുടെ നാവുകളിലൂടെയാണ് ഭാഷയുടെ സംശുദ്ധിയും അതിൻ്റെ സാഹിത്യ ആവിഷ്കരണവും വെളിപ്പെടുന്നത്. ദേശീയപാത കൊടകരയിൽ തൂപ്പൻകാവ് പാലത്തിന് സമീപം പിക്കപ്പ് വാൻ ഇടിച്ചു മറിഞ്ഞു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു അപകടം. പുതുക്കാട് ഭാഗത്തുനിന്നും ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. ഇതേ ദിശയിൽ സഞ്ചരിച്ച മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. നന്ദിപുലത്ത് വീടുകയറി ആക്രമണം നടത്തിയ കേസിലെ മുഖ്യപ്രതിയെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നന്ദിപുലം ഇടലപ്പള്ളി സ്വദേശി ചെമ്മനാടൻ വീട്ടിൽ 36 വയസ്സുള്ള കുട്ടാരു എന്ന വൈശാഖാണ് അറസ്റ്റിലായത്. കേസുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളായ തെക്കേ നന്ദിപുലം മൂലേക്കാട്ടിൽ വീട്ടിൽ 26 വയസ്സുള്ള അഖിലേഷ്, 23 വയസ്സുള്ള അഭിലാഷ് എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഫെബ്രുവരി 16-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. നന്ദിപുരം സ്വദേശി സുഭാഷിന്റെ വീടുകയറിയാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ സുഭാഷിനും അച്ഛനും സഹോദരിക്കും പരിക്കേറ്റിരുന്നു. സുഭാഷിനെ അസഭ്യം പറഞ്ഞത് പ്രതികളുടെ വീട്ടിൽ അറിയിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ ഒളിവിലായിരുന്ന പ്രതിയാണ് വൈശാഖ്. വധശ്രമം ഉൾപ്പെടെ 12ഓളം കേസുകളിൽ പ്രതിയാണ് ഇയാൾ. വരന്തരപ്പള്ളി SHO KN മനോജ്, SI അശോക് കുമാർ, ASI ബിജു, CPOമാരായ മുരുകദാസ്, സജീവ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ജിം വേൾഡ് പരിയാരം നടത്തുന്ന പരിയാരം ക്രിക്കറ്റ് ലീഗ് ടൂർണമെൻറ്റ് സീസൺ 1 ഫെബ്രുവരി 22-23 തീയതികളിൽ നായരങ്ങാടി ഗവൺമെൻറ് UP സ്കൂൾ മൈതാനിയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒന്നാം സമ്മാനമായി 10,001 രൂപയും ട്രോഫിയും, രണ്ടാം സമ്മാനമായി 6,001 രൂപയും ട്രോഫിയുമാണ്. കൂടാതെ മാൻ ഓഫ് ദ മാച്ച്, ബെസ്റ്റ് സീരീസ്മാൻ, ബെസ്റ്റ് കീപ്പർ, ബെസ്റ്റ് വിക്കറ്റ് കീപ്പർ, മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ എന്നിങ്ങനെ എല്ലാ കാറ്റഗറിയിൽ ഉള്ളവർക്കും സമ്മാനമുണ്ട്. ജിം വേൾഡ് മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് VD, ടൂർണമെൻറ്റ് കമ്മിറ്റി അംഗങ്ങളായ റിൻഡോ വർഗീസ്, CK സഹജൻ ചെട്ടിയത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നല്ല ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഈ മാസ്റ്റർ നേതൃത്വത്തിൽ ഇപ്പോൾ ഓണായാലും ക്രിസ്മസ് ആയാലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ അവിടെ പല ടൂർണമെൻറ്റുകൾ നടത്താറുണ്ട്. ചെസ് ടൂർണമെൻറ്റ് നടത്താറുണ്ട്. അതുമാതിരി ക്രിക്കറ്റിൻ്റെ ഇത് ആദ്യത്തെ ടൂർണമെൻറ്റാണ്. ഫുട്ബോളിൻ്റെ എന്താ പറയുക ഷൂട്ടൗട്ട്, പെനാൽറ്റി ഷൂട്ടൗട്ട് നടത്താറുണ്ട്. പിന്നെ കുട്ടികൾക്ക് ചിത്രരചനാ മത്സരം തുടങ്ങിയിട്ടുള്ള പല പരിപാടികളും അവിടെ നടത്താറുണ്ട്. സന്തോഷേട്ടൻ എന്നോട് കളിയെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞൊരു ടൂർണമെന്റ് ലീഗ് നല്ല രീതിയിൽ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ കൂടെ സഹകരിച്ച് നല്ല രീതിയിൽ ചെയ്യാമെന്ന് ആളോട് പറഞ്ഞു. അപ്പോൾ ആളിങ്ങനെ ഞങ്ങൾ ഡേറ്റ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ആ ഡേറ്റിൽ സ്കൂളിൽ പോയി ഡേറ്റ് എടുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്തത് സന്തോഷേട്ടനാണ്. പിന്നെ ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് 8,035 രൂപ, പവന് 64,280 രൂപ.
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ പിടികൂടി ചികിത്സ നൽകാനുള്ള ദൗത്യം വിജയം. സംസ്ഥാന സർക്കാരിന്റെ ഭൂനികുതി കൊള്ളയാണെന്നാരോപിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കൊടകര വല്ലപ്പാടിയിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികൾ റിമാൻഡിൽ. കൊടകര കനകമല കലയടം ശ്രീ മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് ഫെബ്രുവരി 20 വ്യാഴാഴ്ച കൊടിയേറുമെന്നും ഫെബ്രുവരി 26 ശിവരാത്രി മഹോത്സവം ആഘോഷിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.